സാരാഫാത്ത് കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഇന്ന് നല്ലൊരു കടല പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ശർക്കര പാനി, 1 ലിറ്റർ പാല്, കടലപ്പരിപ്പ്, കിസ്മിസ്, 1 ലിറ്റർ പശുവിൻ പാല്, ഏലക്ക, ചവ്വരി, നെയ്യ്. ഇനി ഞാനിവിടെ കടല പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് സ്റ്റൗ ഓൺ ആക്കിയ ശേഷം ഒരു ഉരുളിയെടുത്ത് അടുപ്പത്ത് വെക്കാം. ഉരുളി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് മതി. നെയ്യ് കുറച്ച് ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് അല്പം നെയ്യ് ഒഴിക്കുന്നത്. അതിലേക്ക് ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കിലോ ശർക്കര പാനിയാണ് ഒഴിച്ചിട്ടുള്ളത്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇനി അതിലേക്ക് കടലപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 കിലോ കടലയാണ്. നന്നായി വേവിച്ച് മിക്സിയിൽ അടിച്ച് കുറച്ച് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ബാക്കി അല്ലാതെ ഇട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പശുവിൻ പാലും തേങ്ങാപ്പാലും നമ്മൾ ചേർക്കുകയാണ്. എന്നാൽ ആദ്യം നമ്മൾ ചേർക്കേണ്ടത് പശുവിന്റെ പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 1 ലിറ്റർ പാലും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് പാല് ഇതിലേക്ക് ചേർക്കേണ്ട സമയമായി. ഇപ്പോൾ ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. 1 ലിറ്റർ പാലുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ആദ്യം ഒഴിക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാല് ഒഴിച്ചതിന് ശേഷം കൈ ഇടാതെ ഇളക്കണം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്റെ മോനാണെങ്കിൽ കടല പായസമാണ് ഇഷ്ടം. അവൻ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കടല പായസം. നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനിവിടെ ഈ പായസം റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റൗ ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഇനി അതിലേക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതില് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടു. പായസം നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1-ാം പാല് മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. ഞാനിവിടെ അല്പം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്നാം പാല് ഈ പായസത്തിൽ ഒഴിച്ച ശേഷം പായസം തിളക്കണ്ട, ഒന്ന് നന്നായിട്ട് ചൂടായി മാത്രം വന്നാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. പായസം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിളയ്ക്കാൻ പാടില്ല. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കടല പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ കടല പായസം റെഡിയായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുതേ.